സ്റ്റേഷനിലെത്തില്ല. അവിടെ നേരെ പോന്നു. നേരെയോ? നേരെ പോന്നു. ഞാൻ നേരെ റൂമിക്ക് പോകും. നമ്മൾ നേരെ റൂമിക്ക് പോകും. നിങ്ങളുടെ അപ്പോത്തിന് എന്ത് ചെയ്യും? പാക്കൊക്കെ ചെയ്യും. ഞാൻ ഓൾറെഡി പാക്കാണ്. സോ ആഫ്റ്റർ ദാറ്റ് ലിജി നേരെ ലിജിന്റെ വീട്ടിൽ പോകും. നിങ്ങൾ റെഡി ആയിട്ട് നേരെ ലിജിന്റെ വീട്ടിൽ പോയിട്ട് ലിജിനി ടിസിനെ എടുത്തിട്ട് നേരെ ബോർഡിങ് അവിടെ കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മളെ റൂമിൽ വരും. ഞാനും അതിന് നേരെ നമ്മളെ റൂമിൽ വരും. മമ്മി നേരെ നമ്മളെ റൂമിൽ വരും. വളരെ സിമ്പിൾ. എന്നിട്ട് നമ്മൾ അവിടുന്ന് 4 മണിക്ക് സമയമാണ് നമുക്ക് നോക്കുന്നത്. സമയം അറൗണ്ട് 2:30. ലിജി 2:30ക്ക് പട്ടിന് പാക്ക് ചെയ്ത് വെക്കണം. ഇതിലാണ് ലിജി. ഞങ്ങൾ ഈ രണ്ടുപേരും കൂടി പോയിട്ട് പട്ടിനെ പിക്ക് ചെയ്ത് പട്ടിനെ ഡ്രോപ്പ് ചെയ്ത് നേരെ ലിജിയുടെ വീട്ടിൽ പോയിട്ട് ബാഗ് എടുത്തിട്ട് നേരെ നമ്മുടെ ഡ്രോപ്പ് ചെയ്യണം. ആ ഒരു ടൈമിൽ തന്നെ നീ അനുവിനെ പിക്ക് ചെയ്തിട്ട് നമ്മുടെ റൂമിൽ എത്തി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പാക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങളുടെ വൺ പ്ലാനും കഴിഞ്ഞ് ഗോവ എത്തി. ഗോവ എത്തിയത് ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോസ്റ്റലിലോട്ടായിരുന്നു. നോർത്ത് ഗോവയിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അത് ഈ ആറന്മുള ബീച്ചിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. അങ്ങനെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ റെഡി ആയിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് ഇറങ്ങി. ഗോവയിൽ കാല് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മസ്റ്റ് വേണ്ടിയ ഒരു കാര്യമല്ലേ കണ്ണട. എന്നാൽ അതങ്ങ് വാങ്ങിച്ചിട്ടാവട്ടെ മുന്നോട്ടെന്ന് വിചാരിച്ചു. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം എല്ലാ കളക്ഷൻസും അവിടെ ഉണ്ടായിരുന്നു. Sweet jam dosa. Have you tried sweet jam dosa? Chocolate dosa. പാട്ടിടോ, ആ പാട്ടിടോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ അതുപോലെ പാടാം. അതിന്റെ ഫോണിലിട്. ഇതെല്ലാം മതിയോ? അങ്ങനെ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ആൾറെഡി 11:30 കഴിഞ്ഞായിരുന്നു. വിശന്നിട്ട് വയ്യ. ഷുഗറൊക്കെ പറഞ്ഞ് ഷുഗറൊക്കെ എത്തി. മൗനാണെങ്കിലും മൗനെ കിട്ടിയാൽ ലെമൺ ടീ കണ്ടിട്ട് അന്തം വിട്ടിരിക്കുക. സെൽഫ് മെയ്ഡ് ലെമൺ ടീ ആയിരുന്നു. അങ്ങനെ ടീ ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങിയപ്പോൾ താണ്ട് ഇവിടെ വെറൈറ്റി ഓഫ് ടീകൾ കാണണം. അതിൻ്റെയൊക്കെ ഫ്ലേവർ ആഡ് ചെയ്തതാണെന്ന് തോന്നുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു മണം ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ആറന്മുള ബീച്ചിലോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ വഴിയിൽ കാണുന്ന ഇതൊക്കെ. പിന്നെ മുടിയിൽ ഈ നൂല് കെട്ടാണ്ടിരുന്നാൽ പിന്നെ എന്ത് ബീച്ച് വൈബ് അല്ലേ. എന്നാൽ ഇതങ്ങ് കെട്ടിയിട്ടങ്ങ് കയറാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ബീച്ച് ഇല്ല, ബീച്ച് എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഒക്കെ എടുക്കാണ്ട്. അതല്ല ലൈറ്റ് പൊളിക്കും. പിന്നെ വൻപൊളിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ ആറന്മുള ബീച്ചെത്തി. ബീച്ചിലുണ്ടായിരുന്ന കുറേ അമ്മച്ചിമാർ ഈ നൂലും പിടിച്ചുകൊണ്ട് കെട്ടാൻ വേണ്ടി. അങ്ങനെ മൗനം അവിടെ നിന്ന് കെട്ടിയില്ലായിരുന്നു. അങ്ങനെ അവൾ കെട്ടാൻ വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് അവിടെ പറഞ്ഞത് 100 രൂപയായിരുന്നു. പക്ഷെ കാശായിട്ട് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ 150 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രണ്ടിനും കൂടി 150 ഞങ്ങൾ കൊടുത്തത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ദീപകിന് ടാക്ടിക്കൽ മൂവ് കൊണ്ട് അവൻ പറഞ്ഞു ഞങ്ങളവിടെ 40 രൂപയാണ് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഇവർ പിന്നെ 40 രൂപയ്ക്ക് ആക്കിയത്. അങ്ങനെ മൗനയ്ക്ക് കോളടിച്ചു. ഞങ്ങൾക്ക് വൺ നഷ്ടവും. അങ്ങനെ ഇവിടെ എത്തി ഞങ്ങളുടെ ആദ്യത്തെ പാഠം ഞങ്ങൾ പഠിച്ചു. കച്ചവടം വൺ തട്ടിപ്പാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ ബീച്ച് വൈബൊക്കെ ആസ്വദിച്ചു. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ബീച്ചിൽ പൊരിഞ്ഞ വെയിലാണ്. പക്ഷേ നമ്മൾ ഈ ബീച്ചിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് അതൊന്നും ഫീലേ ആവത്തില്ല. അതൊരു വേറെ വൈബ് തന്നെയാണല്ലേ. ഓരോ ആൾക്കാർ ശ്രദ്ധിച്ചാൽ മതി, എല്ലാവരും അവരുടേതായ രീതിയിലായിരിക്കും അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലർ കടലിലോട്ട് ഇറങ്ങിയായിരിക്കും എൻജോയ് ചെയ്യുന്നത്, ചിലവരതിനെ നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കും. എന്തായാലും കടലൊരു പ്രത്യേക എനർജി ആട്ടോ പാസ് ചെയ്യുന്നത്. എനിക്കത് എപ്പോഴും ഫീൽ ആവാറുണ്ട്. ഞാൻ കടലിൻ്റെ അടുത്ത് എപ്പം പോയാലും ഞാൻ വേറെ ഒന്നും ചിന്തിക്കാറില്ല. അതായത് വേറെ ചിന്തകളൊന്നും വരാറുമില്ല.
പക്ഷെ നല്ല വെയിലായിരുന്നു കേട്ടോ, നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ ടാൻ ആയിക്കൊണ്ടിരിക്കുന്ന അവിടെ. അങ്ങനെ ഞങ്ങൾ ആറന്മുള ബീച്ചിന് വിട പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പോലും, അന്നേരത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഞങ്ങളോട് പറയുമായിരുന്നു. ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ അവിടെ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് കയറി. ടിബറ്റൻസിനും ബിരിയാണി ഉണ്ട്. അങ്ങനെ ഇവിടുത്തെ ബിരിയാണി എത്തി. 100 ഉള്ളൂ കേട്ടോ ഇവിടുത്തെ ബിരിയാണിക്ക്. പൊതുവെ ഗോവയിൽ ഫുഡിനൊക്കെ ഭയങ്കര വിലയാണെന്ന് കേട്ടിട്ടുള്ളത്. പക്ഷെ വില ഉള്ളതും ഉണ്ട്, വില കുറവുള്ളതും ഉണ്ട്. നമ്മൾ നോക്കി കയറണമെന്നേ ഉള്ളൂ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു ബോർഡ് കണ്ട്, ഉടുപ്പി റെസ്റ്റോറൻറ്റ്. ഉടുപ്പി അങ്ങനെ ഗോവയിലും ഫേമസ് ആണെന്ന് അന്നേരം അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് വണ്ടിയിൽ കയറി ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനോട്ട് ഇറങ്ങി, ചപ്പോറ ഫോർട്ട്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു 4:30-5 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ഇവിടുന്ന് സ്ഥലം വിട്ട് ഏതെങ്കിലും ഒരു ബീച്ചിൽ എത്തണമെന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അതുകൊണ്ട് ഒരുപാട് നേരം ഇവിടെ ഇരുന്നില്ല. ഞങ്ങൾ വ്യൂ പോയിൻ്റൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി. ചൂടാ ഒന്ന് പിടിച്ചടി ഓഫാക്കട്ടല്ല. അങ്ങനെ വൈകിട്ടത്തെ ചായയൊക്കെ കുടിച്ചിട്ട് നെക്സ്റ്റ് ബീച്ചിലോട്ട് ഞങ്ങൾ ഇറങ്ങി. ഇതാണ് അഞ്ജന ബീച്ച്. ഞങ്ങൾ എത്തിയപ്പോൾ എന്തായാലും സൂര്യനൊന്നും അസ്തമിച്ചിട്ടില്ലായിരുന്നു. വൈകിട്ടുള്ള ബീച്ചിൻ്റെ വൈബ് തന്നെ വേറെയാണ്. ബീച്ചിൻ്റെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാനേ തോന്നില്ല. എൻ്റെ കൂടെ ആ സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കാൻ എന്ത് രസമല്ലേ. വാട്ടർ റൈഡൊക്കെ യൂഷ്വലി വൈകിട്ടായിരിക്കും ഉണ്ടാവുക. ഈവനിങ് ആകുമ്പോൾ ഇവിടെ നല്ല ബീറ്റ്സുള്ള പാട്ടുകളായിരിക്കും എല്ലായിടത്തും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാണ്ട് നമ്മൾ ഡാൻസ് കളിച്ചു പോകും. അങ്ങനെ പിന്നെ ഒരു 7:00 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇല്ല അങ്ങനല്ല, ഞങ്ങൾ ഹോസ്റ്റൽ തിരിച്ചെത്തിയിട്ട് ഫ്രഷായി കഴിഞ്ഞ് അവിടെ ഒരു ഏരിയ ഉണ്ട് പുറത്ത്. ഒരു ഷവർമയൊക്കെ വാങ്ങിച്ചിട്ട് പാട്ടും കേട്ടുണ്ട്. പിന്നെ കഥകളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നു.